ഈ പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതികളുടെ വാർത്ത കൂടി വരുന്നുണ്ട്. വീടുകൾക്ക് മുകളിൽ മരം വീണു എന്ന വാർത്ത വരുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പൊതുവേ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ തീവ്രമായി കാറ്റടിക്കുന്നുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ വിജയശങ്കർ? കഴിഞ്ഞ രാത്രി വലിയ മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ചത്. കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. കോന്നി ഇളകൊള്ളൂരിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു റബ്ബർ തോട്ടത്തിലെ 10-15ഓളം മരങ്ങൾ ഒരുപോലെ കടപഴകി വീണിരിക്കുകയാണ്. പ്രദേശത്തെ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ ഏറെക്കുറെ നിശ്ചലമായ അവസ്ഥയാണ്. ഈ പ്രദേശത്തേക്കുള്ള ഈ പോസ്റ്റുകൾ, വൈദ്യുതി പോസ്റ്റുകൾ ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ പോസ്റ്റുകൾക്ക് മുകളിൽ മരം വീണു, പോസ്റ്റുകൾ തകർന്നു കിടക്കുന്ന ഒരു ഉദാഹരണമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ രാവിലെ വന്ന് മരം വെട്ടുന്നു. ഇങ്ങനെ കഴിഞ്ഞ രാത്രി വലിയ കാറ്റും മഴയൊക്കെയാണ് ഇളകൊള്ളൂർ പ്രദേശത്തുണ്ടായത്. നിരവധി വീടുകൾക്ക് മുകളിൽ മരം വീണിട്ടുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ആകെ പൊതുവിൽ ഇത്തരം മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കോന്നിക്ക് പുറമെ തിരുവല്ല ഭാഗത്തും സമാനമായ രീതിയിൽ വലിയ തോതിൽ തെങ്ങും മറ്റും കടപുഴകി വീണ് 7ഓളം വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഒപ്പം തന്നെ പൊടിയാടി മാവേലിക്കര റൂട്ടിൽ ഈ വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിരവധി 100ഓളം കുടുംബങ്ങൾക്ക് ഈ പ്രദേശത്ത് വൈദ്യുതി ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇന്നലെ രാത്രി മാത്രം പെയ്ത ഒരു മഴയിൽ അടിച്ചൊരു കാറ്റിലാണ് ഇത്രയോളം മരങ്ങൾ കടപുഴകി വീണത്. ജില്ലയുടെ പല ഭാഗത്തും സമാനമായ രീതിയിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ഒപ്പം തന്നെ ഇത്തരത്തിൽ വൈദ്യുത പോസ്റ്റുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ പല ഭാഗത്തും വൈദ്യുതി ബന്ധമില്ല. എന്തായാലും ജില്ലയിൽ ഫയർഫോഴ്സും പോലീസും ഒക്കെ രാത്രിയും പകലും ഒന്നുമില്ലാതെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വിവരങ്ങൾ നൽകിയത്.